വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ശരീഅത്ത് വളരെയധികം പ്രത്യേകതകൾ നൽകിയിരിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ പ്രധാനമായും 4 പ്രധാന സൽക്കർമ്മങ്ങളാണുള്ളത്. ഈ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 സൽക്കർമ്മങ്ങളാണ്. അതിലൊന്നാമത്തേത് ജുമുഅ നിസ്കാരമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം, ജുമുഅ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. വെള്ളിയാഴ്ച ദിവസം വന്നു, അതിലൊരു ജുമുഅ ഉണ്ട്, അത് നമ്മൾ നിസ്കരിക്കുന്ന എന്നൊരു ഭാവത്തിലല്ലാതെ ആ ജുമുഅയ്ക്ക് വേണ്ടി തയ്യാറാവുക. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. ചില ആളുകളൊക്കെ ജുമുഅയ്ക്ക് വരുമ്പോൾ സാധാരണ ഏതെങ്കിലും പഴയ വസ്ത്രം ധരിക്കും, എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കും. അങ്ങനെ ആവരുത്. ജുമുഅയ്ക്ക് മസാജിദുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ജുമുഅയുമായി ബന്ധപ്പെട്ട ആദാബുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുക. അതുപോലെ തന്നെ ജുമുഅയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടമാണെങ്കിൽ പോലും ആ കച്ചവടം ഒഴിവാക്കിക്കൊണ്ട് നമ്മോട് വരാൻ പറഞ്ഞിരിക്കുന്ന നിസ്കാരമാണ് ജുമുഅ നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് അതിന്റെ ശരീഅത്ത് നൽകിയിരിക്കുന്ന പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക. അതുപോലെ തന്നെ ജുമുഅ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം അറഫയിൽ മുസ്ലിമീങ്ങൾ ഹജ്ജിന് ഒരുമിച്ച് കൂട്ടുന്ന ആ ഒരു ഒരുമിച്ച് കൂടലിന് ശേഷം ശരീഅത്തിലുള്ള ഏറ്റവും വലിയ ഒരുമിച്ച് കൂടൽ എപ്പോഴാണ്? ജുമുഅ ദിവസത്തിലാണ്. അറഫയിൽ ജനങ്ങൾ വർഷത്തിൽ ഒരു ദിവസം കൂടാറുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള ഒരുമിച്ച് കൂടൽ ജുമുഅ ദിവസമുള്ള ഒരുമിച്ച് കൂടലാണ്. അതുകൊണ്ട് അതൊരു സാധാരണ ഒരുമിച്ച് കൂടലായി നാം കണക്കാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ജുമുഅ ദിവസം നാം ശ്രദ്ധിക്കേണ്ടത് ഈ ദിവസത്തിൽ ദുആ അധികരിപ്പിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയമായും ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആരെങ്കിലും ആ സമയം അള്ളാഹുവിനോട് വല്ല കാര്യം ആവശ്യപ്പെട്ടാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് ജുമുഅ ദിവസത്തിൽ ദുആ അധികരിപ്പിക്കുക. ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഇരു കൈകളും ഉയർത്തി തന്നെ ദുആ ചെയ്യണമെന്നില്ല. അതാണ് ഏറ്റവും നല്ലത്. അതല്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവെ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം, എനിക്ക് സ്വർഗം തരണം, എനിക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണം, അള്ളാഹുവെ എനിക്ക് മദീനയിൽ മരണപ്പെടാനുള്ള ഭാഗ്യം നൽകണം. ഇങ്ങനെ നമുക്ക് ഏത് കാര്യം നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണം. ഇങ്ങനെ നമുക്ക് ഏത് കാര്യം ദുആ ചെയ്യും. അതിന് പ്രത്യേക ഒരു സമയം വേണമെന്നില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസമുള്ള ദുആ നാം അധികരിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നവർക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുന്നതാണ്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ പുണ്യമാണെന്ന കാര്യത്തിൽ ഫുഖഹാക്കൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ ദിവസം ശ്രദ്ധിക്കേണ്ട അവസാന കാര്യം, 4ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകമായും സ്വലാത്തുകൾ അധികരിപ്പിക്കുക. മറ്റിതര ദിവസങ്ങളിലും സ്വലാത്ത് ചെല്ലണം, പക്ഷേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്വലാത്തുകൾ കൂടുതൽ അധികരിപ്പിക്കാൻ നാം പരിശ്രമിക്കുക. ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഷംസുൽ ഹഖ് അൽ അളീം അബാദി, ഇന്ത്യയിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, വെള്ളിയാഴ്ച എന്നുള്ളത് ദിവസങ്ങളുടെ നേതാവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളുടെ നേതാവാണ്. അതുകൊണ്ട് ആ ദിവസത്തെ സ്വലാത്തിന്റെ പ്രത്യേകതയുണ്ട്. ദിവസങ്ങളുടെ നേതാവായ ആ ദിനത്തിൽ സൃഷ്ടികളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നതിൽ പ്രത്യേകതയുണ്ട് എന്ന് ഷംസുൽ ഹഖ് അൽ അളീം അബാദി റഹിമഹുല്ലാഹ് പറയുന്നതായി അദ്ദേഹത്തിന്റെ ഔനുൽ മഅബൂദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ഈ ആദാബുകൾ നാം ശ്രദ്ധിക്കുക. ശരീഅത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നും നമ്മൾ തയ്യാറാവുക.